മലക്കം മറിഞ്ഞ് ശ്വേത മേനോൻ. എല്ലാവർക്കും നക്ഷത്ര വ്ലോഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. താരസംഘടനയായ അമ്മയിൽ തമ്മിലടി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ശ്വേത പറയുന്നത് അഡ്ഹോക്ക് കമ്മിറ്റി നിയമവിരുദ്ധമാണെന്നാണ്. അതുപോലെ നിരപരാധിത്വം തെളിയിക്കാതെ ഇനി പിന്മാറില്ല എന്നുകൂടി ശ്വേത പറയുന്നു. എന്നാൽ രമേശ് പിഷാരടി പറയുന്നത് നിയമപരമായുള്ള കമ്മിറ്റി തന്നെയാണ് അഡ്ഹോക്ക് കമ്മിറ്റി എന്നാണ്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ അമ്മയുടെ ഭരണസമിതി ഏതാണെന്ന് ആർക്കും ഉറപ്പില്ല. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണോ അതോ അഡ്ഹോക്ക് കമ്മിറ്റിയാണോ? സംഘടനയിൽ ഉള്ളവർക്ക് പോലും അതറിയില്ല. ഈ അഡ്ഹോക്ക് കമ്മിറ്റി എന്ന സാധ്യത തന്നെ അമ്മയിലെ ബൈലോയിൽ ഇല്ലെന്ന് തന്നെയാണ് ശ്വേത പറയുന്നത്. എന്നാൽ രാജി പ്രഖ്യാപിച്ച ശ്വേത രാജിക്കത്ത് ഇതുവരെ നൽകിയിട്ടില്ല എന്നതാണ് രസം. അപ്പോഴത്തെ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം ഒളിച്ചോടാൻ വേണ്ടി പറഞ്ഞതാകും ശ്വേത. കാരണം കണക്കുകൾ ചോദിച്ചപ്പോൾ അത് കാണിക്കാൻ ശ്വേതയ്ക്ക് കഴിഞ്ഞില്ലല്ലോ. ഇത്രയും ദിവസം ഈ ശ്വേത എവിടെയായിരുന്നു? ഒന്നും മിണ്ടിയില്ലല്ലോ. അപ്പോൾ എന്തെങ്കിലും കള്ളക്കണക്കുകളും ഒപ്പിച്ചുകൊണ്ടുള്ള വരവായിരിക്കും അത്. ശ്വേതയല്ലേ ആള്. ഇന്നലെ അഡ്ഹോക്ക് കമ്മിറ്റി ഉള്ള രമേശ് പിഷാരടിയും ഗണേഷ് കുമാറും ഒക്കെ മീഡിയയോട് പറഞ്ഞല്ലോ ശ്വേത രാജിക്കത്ത് നൽകിയിട്ടില്ല എന്ന്. അതിനുശേഷം ശ്വേത മേനോൻ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അതിൽ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് അവസാനം എഴുതിയിരിക്കുന്നത് അമ്മയുടെ പ്രസിഡൻറ്റ് ശ്വേത എന്നാണ്. അതിൽ നിന്ന് നമുക്കെല്ലാം മനസ്സിലാക്കാം ശ്വേത രാജിവെച്ചിട്ടില്ല എന്ന്. അപ്പോൾ പിന്നെ എന്തിനാണ് അമ്മയിലെ മീറ്റിങ്ങിലും അത് കഴിഞ്ഞ് മീഡിയയ്ക്ക് കൊടുത്ത ക്ലിപ്പിലും താനും തൻ്റെ കമ്മിറ്റി രാജിവെച്ചു എന്ന് പറഞ്ഞത്? അതുമാത്രമല്ല, അമ്മയിലെ അംഗത്വം കൂടി രാജിവെക്കുന്നു എന്നാണ് അന്ന് ശ്വേത പറഞ്ഞത്. വാക്ക് പറഞ്ഞാൽ അത് വാക്കായിരിക്കണം, അത് ആണായാലും പെണ്ണായാലും. അതോ ശ്വേത പറഞ്ഞതെല്ലാം അങ്ങ് മറന്നുപോയതാണോ? അമ്മ സംഘടനയിൽ നിന്നും കുറേ കൈയിട്ട് വാരിയതല്ലേ, ഇനി വാരാൻ പറ്റില്ലല്ലോ എന്ന് ഓർത്ത് ചിലപ്പം വിഷമമായി കാണും. അതാകും രാജിവെക്കാതെ തിരിച്ചു വന്നും വീണ്ടും കുറേ കള്ളക്കണക്കുകൾ എഴുതിയിട്ട് അടിച്ചു മാറ്റാമല്ലോ. പക്ഷേ ശ്വേതയുടെ കമ്മിറ്റിയിലുണ്ടായിരുന്ന കുറേ പേർ രാജിവെച്ചു. അതിൽ കൈലാഷ്, ജോയി മാത്യു, ജയൻ ചേർത്തല തുടങ്ങിയവരെല്ലാം രാജിക്കത്ത് നൽകിയിട്ടുണ്ട്. താൻ എന്തായാലും രാജിവെക്കില്ല എന്ന് ശ്വേത ഉറപ്പിച്ചു കഴിഞ്ഞു. ശ്വേത അതിന് കാരണമായി പറയുന്നത് മുമ്പ് മോഹൻലാൽ ഉൾപ്പെടെയുള്ള ഭരണസമിതി രാജിവെച്ചപ്പോൾ അപ്പോൾ ഉണ്ടായിരുന്ന ഭരണസമിതിക്ക് അവർക്ക് സമയം നീട്ടി നൽകിക്കൊണ്ടാണ് അഡ്ഹോക്ക് കമ്മിറ്റി ഉണ്ടാക്കിയത്, അല്ലാതെ പുതിയ ആളുകളെ കൊണ്ടുവരികയല്ല ചെയ്തത് എന്നാണ് ശ്വേത പറയുന്നത്. അങ്ങനെയാണെങ്കിൽ തങ്ങൾ ഇപ്പോൾ രാജി പ്രഖ്യാപിച്ച് ഒഴിഞ്ഞു പോകുമ്പോഴേക്കും മറ്റൊരു കമ്മിറ്റി വരുന്നത് വരെയുള്ള സമയത്ത് തങ്ങളുടെ കമ്മിറ്റി തന്നെ ആകണം അഡ്ഹോക്ക് കമ്മിറ്റിയായി വരേണ്ടത് എന്നാണ് ശ്വേത പറയുന്ന ന്യായീകരണം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വലിയ തർക്കങ്ങളാണ് നടക്കുന്നത്. കുറച്ച് ദിവസമായി ഒരനക്കവും ഇല്ലാതിരുന്നതാണ്. ഇപ്പോൾ വീണ്ടും അമ്മ സംഘടനയിലെ തർക്കങ്ങൾ പൊതുസമൂഹത്തിൻ്റെ മുമ്പിലേക്ക് എത്തുകയാണ്. ഇതിൽ എടുത്തു പറയേണ്ടത് 500ഓളം വരുന്ന അംഗങ്ങൾക്ക് മുമ്പിലാണ് ശ്വേത ഉൾപ്പെടെയുള്ള അംഗങ്ങൾ രാജി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രാജി പ്രഖ്യാപിച്ച അവർ രാജിക്കത്ത് നൽകേണ്ട ഒരു ധാർമ്മികതയില്ലേ എന്നതാണ് ചോദ്യം. അതുപോലെ ശ്വേതയ്ക്ക് ഒപ്പം രാജി പ്രഖ്യാപിച്ചിരുന്ന ജയൻ ചേർത്തല, കൈലാഷ്, പിന്നെ ജോയി മാത്യു അവരെല്ലാം രാജിക്കത്ത് അമ്മയ്ക്ക് നൽകി കഴിഞ്ഞു. പക്ഷേ ശ്വേതയാണ് രാജിക്കത്ത് നൽകാത്തതും ഇടഞ്ഞു നിൽക്കുന്നതും. അതിന് കാരണമായി പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ തൻ്റെ മൗനം അത് കഴിഞ്ഞ് കുറച്ച് കാലമായി കുറച്ച് പേർ ദുരുപയോഗം ചെയ്തു എന്നുള്ളതാണ്. അതാണ് അവരെ പ്രകോപിപ്പിച്ചത് പോലും. അതുപോലെ അഡ്ഹോക്ക് കമ്മിറ്റി വന്നതും താൻ രാജി നൽകിയില്ല എന്ന കാര്യം ഇന്നലെ പരസ്യമായി മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് പറഞ്ഞതുമാണ് ശ്വേതയെ പ്രകോപിപ്പിച്ചത്. എന്തായാലും ഇപ്പോൾ ചോദ്യമായി നിൽക്കുന്നത് ആരാണ് യഥാർത്ഥ ഭരണസമിതി എന്നതാണ്. ശ്വേത രാജിവെക്കാത്തിടത്തോളം ഇനി അവർ തുടരുമായിരിക്കും. തൻ്റെ നിരപരാധിത്വം തെളിയിക്കും എന്നല്ലേ പറയുന്നത്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിലെന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റായി രേഖപ്പെടുത്തണം കേട്ടോ. അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ചെയ്യണം, കമൻറ്റും ചെയ്യണം.